കൊച്ചിയുടെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്ന ഒരു തെരുവ്, കാലത്തിന്റെ അടയാളങ്ങൾ ഇന്നും സൂക്ഷിച്ചു വെക്കുന്ന ഒരിടം, വ്യാപാരത്തിന്റെയും സുഗന്ധത്തിന്റെയും വർണ്ണങ്ങളുടെയും സമ്പൂർണ്ണ സംഗമം. അതെ, ഇതാണ് മട്ടാഞ്ചേരിയിലെ ബസാർ റോഡ്. ചരിത്രത്തിന്റെ വഴികളിൽ മട്ടാഞ്ചേരി കൊച്ചിയുടെ പഴയ വ്യാപാര കേന്ദ്രം. ശതകങ്ങളായി അറബികൾ, യൂറോപ്യന്മാർ, ഗുജറാത്തികൾ, ജൂതരും തമിഴന്മാരും കച്ചവടത്തിന്റെ കാമ്പിൽ ഇവിടെ വന്നുകൂടിയിരുന്നു. അവരെല്ലാവരുടെയും സാന്നിധ്യം ഇന്നും ഈ തെരുവിലെ വീടുകളിലും കടകളിലും പ്രതിഫലിക്കുന്നു. ബസാർ റോഡ് സാധാരണമായൊരു തെരുവല്ല, ചരിത്രത്തിന്റെ താളുകൾ പതിഞ്ഞിരിക്കുന്ന, ജീവിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണിത്. ബസാർ റോഡിൽ നടന്നു പോകുമ്പോൾ പഴയ കാലത്തേക്ക് പോകുന്നത് പോലെ തോന്നും. ഓരോ വീടിന്റെയും മതിലിൽ, ഓരോ ജനലിന്റെയും ശബ്ദത്തിൽ ഒരു കാലഘട്ടം പതിഞ്ഞിരിക്കുന്നു. ബസാർ റോഡ് നിറങ്ങൾ കൊണ്ട് മാത്രമല്ല, സാംസ്കാരിക വൈവിധ്യത്താൽ കൂടി സമ്പന്നമാണ്. പുരാതന കെട്ടിടങ്ങൾ, പഴയ മരക്കതവുകൾ, വർണ്ണാഭമായ മതിലുകൾ, ഓരോന്നും പറയുന്നത് ഒരു കഥയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കടകൾ, ചിലത് പുരാതനമായ വാസ്തുവിദ്യയുടെ ചായം സൂക്ഷിച്ചവ, ചിലത് പുതിയ തലമുറകളുടെ കൈത്തട്ട് പുതുക്കിയവ. പോർച്ചുഗീസ്, ഡച്ച്, അറബ്, ജൂതർ, ഗുജറാത്തികൾ, മരക്കാർ, മുസ്ലിം വ്യാപാരികൾ എല്ലാവരും ഒരിക്കലിവിടെ എത്തി. അവർ കൊണ്ടുവന്നതോ മസാലകളും വസ്തുക്കളും സംസ്കാരങ്ങളും. ഈ വഴിയിലൂടെ നടന്നു തുടങ്ങുമ്പോൾ തന്നെ മൂക്കിലേക്ക് നിറയുന്നത് മസാലകളുടെ അമൂല്യമായ സുഗന്ധമാണ്. കറുവപ്പട്ടയുടെ മൃദുവായ മണം, ഗ്രാമ്പിന്റെ ഉഗ്രമായ തീവ്രത, കുരുമുളകിന്റെ കടുപ്പമുള്ള സുഗന്ധം, ഇവയൊക്കെ ഇവിടെ നിന്നാണ് കടലുകൾ മുറിച്ച് ലോകത്തേക്ക് യാത്ര ചെയ്തത്. പ്രത്യേകിച്ച് മട്ടാഞ്ചേരി പ്രസിദ്ധം ലോകത്തിന് സമ്മാനിച്ച ബ്ലാക്ക് പെപ്പർ എന്ന കുരുമുളക്. കാലങ്ങളോളം കറുത്ത പൊന്നായി യൂറോപ്പും അറബ് ലോകവും തേടിയെത്തിയത് ഇതാണ്. ഒരു സഞ്ചി മുളകിനോ കുറച്ച് കുരുമുളകിനോ വേണ്ടി യൂറോപ്പിലെ സാമ്രാജ്യങ്ങൾ സമുദ്രം കീറി യാത്ര തിരിച്ചിരുന്നു. വാസ്കോഡഗാമയുടെ കപ്പൽ ഇവിടേക്ക് എത്തിയപ്പോഴും കണ്ണിൽ നിറഞ്ഞത് ഈ മസാലകളുടെ സ്വർണമാണ്. കാറ്റിൽ കലർന്നിരിക്കുന്ന സുഗന്ധം, മസാലകളുടെ മണം, എണ്ണകളുടെ ഗന്ധം, കൂട്ടത്തിൽ കടലോരത്തിന്റെ ഉപ്പും ചേർന്നാൽ മട്ടാഞ്ചേരി മാത്രം അനുഭവിക്കുന്ന ഒരനന്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പഴയ കെട്ടിടങ്ങളുടെ മതിലുകളിൽ കാലം ചേർത്ത മങ്ങലും പുതുതായി പൂശിയ വർണ്ണങ്ങളും ചേർന്ന് ഒരുവിധ കാലഘട്ടങ്ങളുടെ കലവറ പോലെ തോന്നും. തെരുവിന്റെ ഇരുവശങ്ങളിലും മതിലുകളിൽ കലാകാരന്മാർ വരച്ച പെയിന്റിങ്ങുകൾ കടൽപാതയിലൂടെ വന്നിരുന്ന സഞ്ചാരികളുടെ കഥകൾ പോലെ പറയുന്നു. മട്ടാഞ്ചേരി നൂറ്റാണ്ടുകളോളം അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ചൂടുള്ള കേന്ദ്രമായിരുന്നു. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് എല്ലാവരും ഇവിടെ വ്യാപാരത്തിനായി എത്തിയിരുന്നു. ഓരോരുത്തരും അവരുടെ സംസ്കാരത്തിന്റെ ചായം ഇവിടെ പതിപ്പിച്ചു. ഇവിടെയുള്ള വഴികൾ സാധാരണ വഴികളല്ല, ഇവയിൽ നടന്നത് ചരിത്രമാണ്. കാലം ചേർന്ന കല്ലുകെട്ടുകൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചാക്കുകൾ ചുമന്ന് നടന്നുപോയ തൊഴിലാളികളുടെ കാൽപ്പാടുകൾ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. ഇന്ന് ബസാർ റോഡ് ലോകത്തിന്റെ വിനോദസഞ്ചാരികൾ നിറഞ്ഞു നിൽക്കുന്ന തെരുവാണ്. വിദേശികൾ ഇവിടെ എത്തുന്നത് മസാലകൾക്കായി മാത്രമല്ല, ഈ തെരുവിന്റെ ആത്മാവിനെ കാണാനുമാണ്. ഫോട്ടോ ക്യാമറയിൽ പിടിപ്പിക്കപ്പെടുന്ന ഓരോ മതിലും, ഓരോ കടയും, ഓരോ ചിരിയും ലോകത്തിന്റെ ഓർമ്മ പുസ്തകത്തിൽ ചേർന്നു പോകുന്നു. എന്നാൽ മട്ടാഞ്ചേരിക്കാർക്ക് ഇത് വെറും വിനോദമല്ല, അവരുടെ ദൈനംദിന ജീവിതം തന്നെ. ഈ തെരുവിന്റെ ശക്തിയാണ് ഇവിടെയുള്ള ജനങ്ങൾ. തലമുറകളായി ഇവിടെ ഉണ്ടായിരുന്ന വ്യാപാരികൾ ഇന്നും അതേ കടകളിൽ തന്നെ ഇരിക്കുന്നു. പഴയ കഥകൾ അവർ തുറന്നു പറയുന്നു. ഞങ്ങളുടെ അപ്പൂപ്പൻ അറബിക്കാരോട് വ്യാപാരം ചെയ്തിരുന്നു. അന്ന് കപ്പലിറങ്ങിയപ്പോൾ മുഴുവൻ ഗ്രാമവും വന്നിരുന്നു. ഈ കഥകൾ കേൾക്കുമ്പോൾ നാം പുസ്തകങ്ങളിലൂടെ അല്ല, ജനങ്ങളിലൂടെ തന്നെയാണ് ചരിത്രം അനുഭവിക്കുന്നത്. ബസാർ റോഡ് ഒരു തെരുവല്ല, മണങ്ങളുടെയും നിറങ്ങളുടെയും കഥകളുടെയും ഒരു ജീവിക്കുന്ന മ്യൂസിയമാണ്. കാലം മാറിയാലും, സാമ്രാജ്യങ്ങൾ വന്നുപോയാലും, കടൽ തിരിഞ്ഞുപോയാലും ഈ തെരുവ് ഇന്നും അതേപോലെ ജീവിക്കുന്നു. മട്ടാഞ്ചേരിയുടെ ഹൃദയത്തിൽ ബസാർ റോഡ് ഇന്നും നമ്മോട് പറയുന്നു. ചരിത്രം പുസ്തകങ്ങളിലല്ല, ചില തെരുവുകളിൽ അത് നടക്കുന്നു, ശ്വാസം വലിക്കുന്നു, ജീവിക്കുന്നു.